അങ്ങനെ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടിയുടെ റേഞ്ച് ഹോളിവുഡ് മറിയട്ടെ, ഓസ്കാർ അക്കാദമിയിലേക്ക് ഭ്രമയുഗം. സിനിമയുടെ പ്രദർശനം നാളെ. വേർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം. ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച ചിത്രം ഇനി അമേരിക്കയിലും ഒരു കോളിളക്കം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതായത് മലയാളവും കഴിഞ്ഞ് അല്ലെങ്കിൽ തമിഴ് ലോകവും കഴിഞ്ഞ് എല്ലാ ലോകവും കഴിഞ്ഞ് ഹോളിവുഡിലേക്ക് പോകുന്ന മോളിവുഡ് ചിത്രമായിട്ടുള്ള ഭ്രമയുഗം. ആ ഭ്രമയുഗം അങ്ങനെ പോകുന്നതിൻ്റെ പ്രധാന കാരണം മമ്മൂക്ക അതിൽ കാണിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ളൊരു അഭിനയ ശൈലിയും ഒക്കെയാണ്. അങ്ങനെ ഭ്രമയുഗം കാണുന്ന എല്ലാ കാഴ്ചക്കാരിലെയും ഇമ്പവും അതേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ അവർക്ക് ആഗ്രഹവും പിന്നീട് അതേ സമയം തന്നെ അവർക്ക് ദേഷ്യവും മറ്റുള്ള രീതിയിലെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിലൊക്കെ ആ ചിത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചിത്രം എടുത്തിട്ട്, അത് നൂറ്റാണ്ടുകൾക്ക് മുൻപിറങ്ങിയ ചിത്രങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർ പടങ്ങൾ കുറവായിരുന്നു നമുക്കറിയാം. അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു